ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ക്ലേ ഉണ്ടാക്കുന്നതാണ്. അതായത് ക്ലേ കുട്ടികൾക്ക് ആയിരിക്കും വളരെയേറെ ഇഷ്ടം. ഇപ്പോൾ കുട്ടികളൊക്കെ ക്ലേ ചോദിക്കാറുണ്ടാകും. അപ്പോൾ ഈ ക്ലേയിലൊക്കെ നല്ല എന്താ പറയുക, കെമിക്കലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കെമിക്കൽ, ആൽക്കഹോൾ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഒരു നല്ല ക്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു വീട്ടിലുണ്ടാക്കുമ്പോൾ നല്ലൊരു ക്ലേ ആയിരിക്കും. അപ്പോൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ക്ലേ ഉണ്ടാക്കാം എന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യമായത് വെറും കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അതൊക്കെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ കാര്യമായിട്ട് ആവശ്യമായത് ഒരു കപ്പ് മൈദ, പിന്നെ ഒരു കപ്പ് അതുപോലെ തന്നെ ഉപ്പ്, പിന്നെ ഒരു 3 ടീസ്പൂൺ ഏതാ നിങ്ങളുടെ വീട്ടിലുള്ള ഓയിൽ, പിന്നെ കുറച്ച് പച്ചവെള്ളം, പിന്നെ നിങ്ങളുള്ള ഏത് കളറോ ഫാബ്രിക്കോ അതേ പിന്നെ ഫുഡ് കളറോ, അപ്പോൾ ഏത് കളറാണെന്ന് വെച്ചാൽ ആ കളറ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ വെച്ച് എങ്ങനെ ഒരു നല്ല ക്ലേ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് കാര്യമായിട്ട് ആവശ്യമായ കാര്യങ്ങൾ. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക. ബൗള് പാത്രമോ ബസി അങ്ങനെ എന്ത് പറയും. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ മൈദ എടുക്കുക. മൈദ ഇടുക. പിന്നെ ആ ഉപ്പും കൂടി ഇടുക. ഉപ്പ് എന്ന് പറയുമ്പോൾ ഒട്ടി പിടിക്കാതിരിക്കാനുള്ള കുറേ കാലം നീണ്ടു നിൽക്കാനാണ്, കേട് വരാതിരിക്കാനാണ് ഉപ്പിടുന്നത്. അപ്പോൾ നമ്മുടെ മൈദ കൊണ്ടുണ്ടാക്കിയ കേട് വരുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും. ഉപ്പിട്ടാൽ കേട് വരില്ല. അപ്പോൾ ഉപ്പ് കുറച്ച് ഏറെ ഇടാം. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ആക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അത് നമ്മൾ കുഴക്കുന്നതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഒരു നല്ല പരുവത്തിലാക്കിയെടുക്കുക. നല്ല ക്ലേ പോലെ ആക്കിയെടുക്കുക. അപ്പോൾ നമ്മളെ ക്ലേ റെഡിയായി വരുന്നതിനനുസരിച്ച് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ആക്കി കൊടുക്കാം. അപ്പോൾ കൈയൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. ക്ലേ ഉണ്ടാക്കുമ്പോഴും എപ്പോഴും കൈ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഒരു 3 സ്പൂണ് ഓയിൽ പറന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓയിലൊക്കെ നന്നായിട്ട് പറന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമ്മൾ ഇളക്കുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇത് മുറിച്ചെടുക്കുക. 4 ഭാഗം നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ ചെറുതാക്കി എടുക്കുക, വലുതാണെങ്കിൽ വലുതാക്കി എടുക്കുക. ഓരോ കളറാക്കി തിരിക്കാനാണ് ഞാൻ. അപ്പോൾ ഏകദേശം ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്നൊരു 3 കഷ്ണാക്കിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വളരെ ചെറുതാക്കി എടുക്കുക. അതിനനുസരിച്ച് കളർ വേണം. അപ്പോൾ അതൊക്കെ നമ്മൾ 3 കഷ്ണാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഫാബ്രിക് കളറാണ്. ഫാബ്രിക് ചെറുത്. അപ്പോൾ ആദ്യം ഞാനൊരു പിങ്ക് കളറാണ്, റോസ് കളറാണ് ഉപയോഗിക്കുന്നത്. പിങ്ക് കളറ്. അപ്പോൾ നമ്മൾ അതിൽ കളറ് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് കുഴക്കുക. ആ കളറൊക്കെ ആദ്യമേ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ കുറേ കളർ ഇതിനാവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നല്ല രീതിയിൽ ആയി വരുന്നുണ്ട്. കൈയൊക്കെ നല്ല രീതിയിൽ പണിയാവും കേട്ടോ. കൈയൊക്കെ റോസ് ആകുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല റിസൾട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. കണ്ടില്ലേ, കൈ ഇങ്ങനെ ആകും, എന്നാലും ക്ലേ നല്ല രീതിയിലായിട്ടുണ്ട്. അപ്പോൾ കൈമത്തൊക്കെ പോക്കാൻ ഒരു ചെറിയ കഷ്ണം എടുത്തതിന് ശേഷം കൈമ നന്നായിട്ട് വരയ്ക്കാൽ മതി. എന്നാലും കുറച്ചൊക്കെ ഉണ്ടാകും. അതൊക്കെ വെള്ളം കൊണ്ട് കഴുകുക. ഇനി രണ്ടാമത്തെ കളറ് യെല്ലോ കളറാണ്, മഞ്ഞ കളറാണ് ഞാൻ എടുത്തത്. ഇനി അതും അതേപോലെ നല്ല രീതിയിലാക്കുക. ഇത് ഈ കളർ വാങ്ങുകയാണെങ്കിൽ ഒരു 100-150 രൂപ വരും ഒരു കളറിന് തന്നെ. അപ്പോൾ ആമസോണിലൊക്കെ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ 2 ആക്കിയെടുത്തു. ഇനി മൂന്നാമത്തെ ഈ കളറ് മര്യാദയ്ക്ക് ആവുന്നില്ല, ഒരു കളറ് തികയുന്നില്ല. അപ്പോൾ ഇതുപോലെ ആക്കുക.
അപ്പോൾ ഞങ്ങൾ കുറേ കളർ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു 6-7 കളർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എത്ര കളറും ഇങ്ങനെ ഉണ്ടാക്കാവുന്നതാണ്. നല്ല നല്ല കയ്യിൽ ഒരു പ്രശ്നവുമില്ല, ഒരു പ്രോബ്ലവും ഇല്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ആൽക്കഹോളൊക്കെ അടങ്ങിയിട്ടുള്ളതായിരിക്കും നമ്മൾ വാങ്ങുക. ഇനി നമുക്ക് അതിനോട് ഓരോ രൂപങ്ങൾ ഉണ്ടാക്കാം. ആദ്യം തന്നെ ഒരു റോസാപ്പൂവാണ് ഉണ്ടാക്കുന്നത്. പല രീതിയിലും പലതും ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഒരു മനുഷ്യനുണ്ട്, അതുപോലെ തന്നെ നല്ല രീതിയിൽ റോസാപ്പൂവുണ്ട്. റോസാപ്പൂ അതേ നല്ല ക്ലേൻ്റെ അതേ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അധികമൊന്നും ഉണ്ടാക്കാൻ അറിയുന്നത് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ക്ലേ. അപ്പോൾ ഈ ക്ലേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതലും കുട്ടികൾക്കായിരിക്കും ഈ ക്ലേ താല്പര്യം. അപ്പോൾ ഈ ഉമ്മമാരൊക്കെ ഈ വീഡിയോ കാണുന്നതാണെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് വലിയൊരു സന്തോഷമായി തീരും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ ഇതുപോലുള്ള നല്ല വീഡിയോസുകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ കൂട്ടുകാരിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഗുഡ് ബൈ.